Network News is brought to you in association with Kallarikals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം ബൈപാസ് റോഡ് പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyannur since 1938. കാർഷിക വികസന ബാങ്ക് പയ്യന്നൂർ ബ്രാഞ്ചുകൾ പയ്യന്നൂർ, ചെറുപുഴ, മാതമംഗലം, പെരിങ്ങോം. പവൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്, ഗോൾഡ്, ഡയമണ്ട്, സിൽവർ ആൻഡ് ബർത്ത് സ്റ്റോൺ. Malabar Gold and Diamonds. Celebrate the beauty of life. Juju Gold and Diamonds, Central Bazaar, Payyannur. നമസ്കാരം, ന്യൂസ് അവറിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഉദ്ഘാടനം കഴിഞ്ഞ് വർഷങ്ങൾ കടന്നുപോയി. ഒരു ബോട്ട് പോലും അടുക്കാതെ ചരിത്രം സൃഷ്ടിച്ച് പഴയങ്ങാടി ബോട്ട് ടെർമിനൽ. പഴയങ്ങാടി പുഴയോരത്ത് ഇപ്പോൾ ഒരു നോക്കുകുത്തിയായി നിലകൊള്ളുകയാണ് കോടികൾ ചെലവഴിച്ച് നിർമ്മിച്ച ബോട്ട് ടെർമിനൽ. വന്യമൃഗശല്യം മൂലം മലയോരം തരിശുഭൂമിയാകുന്നു. കാട്ടുപന്നിയും കുരങ്ങും ഇടവിള കൃഷികളെല്ലാം നശിപ്പിച്ചു കഴിഞ്ഞു. കൃഷി നശിപ്പിക്കപ്പെടുന്നതിന് നഷ്ടപരിഹാരം ലഭിക്കാതായതോടെ കൃഷി ഉപേക്ഷിക്കാനൊരുങ്ങി മലയോര ജനത. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് 2025 ജനുവരി 22 സംസ്ഥാന വ്യാപകമായി സെറ്റോ സംഘടനകൾ പ്രഖ്യാപിച്ച പണിമുടക്കിന്റെ പ്രചരണാർത്ഥം പയ്യന്നൂരിൽ പ്രകടനവും താലൂക്ക് തല സമരപ്രഖ്യാപന കൺവെൻഷനും സംഘടിപ്പിച്ചു. കണ്ണൂർ DCC സെക്രട്ടറി അഡ്വക്കേറ്റ് റഷീദ് കൗവായി ഉദ്ഘാടനം ചെയ്തു. മേളപ്പെരുക്കം തീർത്ത് പയ്യന്നൂർ തായിനേരി MRCD സ്കൂൾ വിദ്യാർത്ഥികളുടെ പഞ്ചാരിമേളം അരങ്ങേറ്റം. ശാരീരിക പരിമിതികളെ മറികടന്ന് പഞ്ചാരിമേളത്തിൽ കുട്ടികൾ കൊട്ടിക്കയറിയപ്പോൾ അതു കണ്ടു നിൽക്കുന്നവരുടെ മനസ്സ് നിറയ്ക്കുന്നതായി. കഥകളി ആചാര്യൻ രൗദ്രശ്രീ TT കൃഷ്ണൻ അരങ്ങേറ്റത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. ഉദ്ഘാടനം കഴിഞ്ഞ് വർഷങ്ങൾ കടന്നുപോയി. ഒരു ബോട്ട് പോലും അടുക്കാതെ ചരിത്രം സൃഷ്ടിച്ച് പഴയങ്ങാടി ബോട്ട് ടെർമിനൽ. പഴയങ്ങാടി പുഴയോരത്ത് ഇപ്പോൾ ഒരു നോക്കുകുത്തിയായി നിലകൊള്ളുകയാണ് കോടികൾ ചെലവഴിച്ച് നിർമ്മിച്ച ബോട്ട് ടെർമിനൽ. നമ്മളിൽ നിന്നുള്ളത് പഴയങ്ങാടിയിലാണ് അല്ലേ? വളരെ മനോഹരമായ ഒരു അന്തരീക്ഷമുള്ള സ്ഥലം. ഒരുപാട് കണ്ടൽക്കാടുകളും അതുപോലെ തന്നെ മനോഹരമായ പഴയങ്ങാടി പുഴയൊക്കെ അത്രയും മനോഹരമായിട്ടുള്ള സ്ഥലത്താണ്. ഇവിടെയാണ് നമ്മുടെ പഴയങ്ങാടിയിലെ അതായത് മലനാട് മലബാർ റിവർ ക്രൂയിസ് ടൂറിസം പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള വലിയൊരു ബോട്ട് ജെട്ടി ഉള്ളത്. ഏകദേശം ഒരു 4 വർഷക്കാലമായി ഈ ബോട്ട് ജെട്ടി സ്ഥാപിച്ചിട്ട്, പക്ഷെ ഇതുവരെ ബോട്ടൊന്നും വന്നില്ല കേട്ടോ. അങ്ങനെ ഒരു പ്രത്യേകത കൂടെ നമ്മുടെ ഈ ബോട്ട് ജെട്ടി. TV രാജേഷ് MLA ആ ഒരു അതായത് കല്യാശ്ശേരി മണ്ഡലത്തിൽ ഒരുപാട് വികസനത്തിന് തുടക്കം കുറിച്ച ഒരു MLA ആയിരുന്നു TV രാജേഷ് MLA. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ് ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കിയത്. വളരെ വളരെ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് നാട്ടുകാർ ഈ പദ്ധതിയെ നോക്കിക്കണ്ടത്. യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു പദ്ധതി ഇവിടെ വരുന്നത് കൊണ്ട് ഒട്ടേറെ നേട്ടങ്ങളാണ്. ഒറ്റ നോട്ടത്തിൽ നമുക്കിതൊരു ടൂറിസം പ്ലേസ് തന്നെയാണ് അല്ലെ? കാണാനും ഇവിടെ കായലും ഒക്കെയും കൊണ്ട് മനോഹരമായ ഒരു സ്ഥലമായതുകൊണ്ട് അട്രാക്ട് ചെയ്യാൻ കൂടുതലും ആളുകളെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് അവധി സമയങ്ങൾക്ക് നമുക്ക് ഊട്ടിയിലോ അതുപോലെ തന്നെ നമുക്ക് ദൂരസ്ഥലങ്ങളിലൊന്നും പോകണ്ട, നമ്മുടെ നാട്ടിൽ തന്നെ ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ടൂറിസം പദ്ധതികൾ നമുക്ക് നടപ്പാക്കാൻ വേണ്ടി പറ്റും. അത് തന്നെയായിരുന്നു ഈ പദ്ധതിയുടെ ഉദ്ദേശം. ഇവിടെ ഇരിക്കാൻ സ്ഥലമുണ്ട്, മനോഹരമായ ഇരിപ്പിടങ്ങളുണ്ട്, കിടക്കാം, ഇവിടെ കാറ്റ് ആസ്വദിച്ച് ഉറങ്ങാം അല്ലെ? അത്തരത്തിലെല്ലാ സൗകര്യങ്ങളുണ്ട്. നടക്കാൻ വേണ്ടി നല്ലൊരു നടപ്പാതയുമുണ്ട്. പ്രത്യേക വാക്വേ ഉൾപ്പെടെയുള്ള പദ്ധതിയായിരുന്നു ഈ പദ്ധതി വിഭാവനം ചെയ്തിട്ടുള്ളത്. പക്ഷെ എന്നാൽ ഈ പദ്ധതി ഇപ്പോൾ എങ്ങും എത്താത്തൊരു അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏറെ നാളുകളായി ആളുകൾ ആവശ്യപ്പെടുകയാണ് ഇവിടെ ഈ പദ്ധതി എത്രയും പെട്ടെന്ന് യാഥാർത്ഥ്യമായി കിട്ടണം എന്നുള്ളത് തന്നെ. അപ്പോൾ ഒരുപാട് ആളുകൾ ഇവിടെ വന്ന് ഇരിക്കാറൊക്കെ ഉണ്ട് അല്ലേ? അല്ലേ? നമസ്കാരം. പേരെന്താ? എൻ്റെ പേര് സോമൻ. അല്ലേ? വീട് എവിടെയാ? വീട് ഇവിടെ പഴയങ്ങാടി വെങ്ങര.
സ്ഥിരമായിട്ട് വരാറുണ്ടോ ഇവിടെ? ഇവിടെ അത്യാവശ്യം ടൈം പാസിന് വരുന്നുണ്ട്. ഇവിടെ നല്ലൊരു കാലാവസ്ഥയും നല്ലൊരു സുഖമുള്ള സ്ഥലമായത്. ചൂണ്ടിയിടുന്ന ആൾക്കാർ എത്രയും ഉണ്ടായിട്ടുണ്ട്. പിന്നെ വെള്ളത്തിൻ്റെ ഗതി ഇല്ലാത്തതുകൊണ്ട് ചൂണ്ടിയിടുന്ന ആളില്ല. നല്ല സ്ഥലമായത്. എത്ര കാലമായി ഈ പദ്ധതി തുടങ്ങിയിട്ട് നമ്മുടെ ബോട്ട് ജെട്ടി തുടങ്ങി? ഇവിടെ ഏകദേശം ഒരു 3-4 വർഷം മുമ്പേ വളരെ ആർഭാടപൂർവ്വം ഇവിടെ ഒരു ഉദ്ഘാടനം കഴിഞ്ഞതാണ്. പഴയങ്ങാടി ബോട്ട് ജെട്ടി. അദ്ദേഹം മാട്ടൂർ പഴയങ്ങാടി വളവട്ടണം വഴി പറശ്ശിനിക്കടവ് എന്നൊന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ചത്. പക്ഷേ ഇതുവരെ ഇത്രയും നാളായിട്ട് ഒരു ബോട്ട് പോലും ഈവിടെ അടുപ്പിക്കാൻ വന്നിട്ടില്ല. യാത്രക്കാർ ഇഷ്ടംമാരുള്ളൊരു സ്ഥലമായിരുന്നു, പക്ഷെ ആരും ബോട്ട് വന്നിട്ടില്ല. അപ്പൊ ചാന്ദനി, ഇപ്പൊ നിലവിൽ ഇപ്പൊ മാട്ടൂരിൽ നിന്ന് പറശ്ശിനിക്കടവിലേക്ക് ബോട്ട് സർവീസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എങ്കിൽ ആ ബോട്ട് സർവീസ് ഒരുപക്ഷെ പഴയങ്ങാടിക്ക് നീട്ടാൻ വേണ്ടിയിട്ട് സൗകര്യം ഉണ്ടാവും നേരത്തെ മന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. ഇതുവരെ നേരത്തെ പ്രഖ്യാപിച്ചതിൽ ഇതായിട്ട് ബോട്ട് വന്നിട്ടുണ്ടോ? പഴയങ്ങാടി റൂട്ട് വന്നിട്ടില്ല ഇതുവരെ. ബോട്ട് വന്നവർ കണ്ടിട്ടില്ല, അറിയില്ല. ബോട്ട് വന്നു കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ ഉണ്ടാവില്ല, പ്രത്യേകിച്ച് യാത്രക്കാർ ഇഷ്ടംമാരുണ്ടാകുന്ന ഒരു സ്ഥലം തന്നെയാണ് പഴയങ്ങാടി. പഴയങ്ങാടി സംബന്ധിച്ചിടത്തോളം നല്ലൊരു സ്ഥലം തന്നെയാണ്. എന്തായാലും പറശ്ശിനിക്കടവിലേക്കും അതുപോലെ തന്നെ മാട്ടൂരിലൊക്കെ പോകാൻ വേണ്ടിയിട്ട് ആളുകളുണ്ടാവും, യാത്രക്കാരുണ്ടാകുന്ന ഒരു സ്ഥലം തന്നെയാണ്. മുമ്പ് അപേക്ഷിച്ച് നോക്കുമ്പോൾ നല്ലൊരു സ്ഥലം തന്നെയാണ്. ബോട്ടിയിട്ട് നല്ലൊരു സൗകര്യത്തോടു കൂടിയുള്ള ജെട്ടി തന്നെയാണിത് പഴയങ്ങാടി. ഇത് ഇവിടെ യാഥാർത്ഥ്യ പറശ്ശിനിക്കടവ് എന്നൊക്കെ പറയുമ്പോൾ ഈ ശനി ഞായർ ദിവസങ്ങളിലൊക്കെയും അവധി ദിവസങ്ങൾ വരുമ്പോൾ കൂടുതലും ആൾക്കാർ വരുന്നതും ഇവിടുന്ന് മാത്രമല്ല എല്ലായിടത്തും ആൾക്കാർ വരുന്ന സ്ഥലം കൂടിയാണ് പറശ്ശിനിക്കടവ് എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ ഇവിടെ ഒരു സൗകര്യം, ഇവിടേക്ക് ബോട്ട് വരുന്നതോടുകൂടി ഇവിടുത്തെ യാത്രക്കാർക്കൊക്കെ കായൽ ആസ്വദിച്ച് വളരെ ചിലപ്പോ ബസ്സുകളെ ഒഴിവാക്കിക്കൊണ്ട് നിലവിലിപ്പം മണിക്കൂറുകളോളം ബസ്സിൽ ഇരുന്നിട്ട് പോകേണ്ട ഒരു അവസ്ഥയുണ്ടാവും. അപ്പൊ നമുക്ക് കുടുംബസമേതം പറശ്ശിനിക്കടവിലേക്ക് ഉല്ലാസയാത്രയായിട്ട് പോകാനും മറ്റേ ക്ഷേത്രത്തിലേക്ക് പോകാനും ഈ ബോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏറ്റവും നല്ലൊരു ഉപയോഗം. പിന്നെ മറ്റൊരു കാര്യം ഇപ്പൊ നമുക്ക് റോഡ് മാർഗം എപ്പോഴും ബ്ലോക്കാണ്. നമുക്ക് സ്പീഡ് ബോട്ടുകൾ ആരംഭിക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഇപ്പൊ കണ്ണൂരേക്ക് പോകണമെങ്കിൽ നമുക്ക് സ്പീഡ് ബോട്ട് വഴി പോകാൻ വേണ്ടി സാധിക്കും. അങ്ങനെ ഒരു അവസരം കൂടി ഉണ്ട്. ഒരുപാട് നല്ല കണ്ടൽക്കാടിന്റെ നല്ല മനോഹരമായ ഈ പുഴയുടെ അടുത്ത കൂടെ ഇപ്പൊ നല്ല കണ്ടൽ ചെടിയും മറ്റുള്ള പല എല്ലാ സൗന്ദര്യത്തോടുകൂടി എല്ലാ ഇതും കണ്ട് ആസ്വദിച്ച് പറശ്ശിനി കൂടെ എത്താനുള്ള ഒരു സൗകര്യം കൂടിയാണ് ഈ ബോട്ട് ഉണ്ടായാൽ. അതുപോലെ ചാന്ദ്രി, മറ്റൊരു കാര്യം പറയുന്നത് വെച്ചാൽ രാത്രികാലങ്ങളിൽ ഇവിടെ സാമൂഹ്യ വിരുദ്ധരുടെ ശല്യം കൂടുകയാണ്. എന്താ സോമട്ട അതേക്കുറിച്ച് എന്താ അത്തരത്തിലുണ്ടോ? അത്തരത്തിൽ രാത്രി ഞാൻ ഉണ്ടായില്ല. പക്ഷേ ഇവിടെ ഇപ്പോൾ അവിടെ നിന്ന് ഓർഡർ ഇളയിട്ടുണ്ട്. ലൈറ്റിലും പോയിട്ടുണ്ട്, ലൈറ്റിലും ഇത് നഷ്ടപ്പെട്ടിട്ട് അപ്പുറം ഓർഡർ ഇളയിട്ടുണ്ട്. അതെങ്ങനെ സംഭവിച്ചതല്ല, ഞാൻ രാത്രി ഉണ്ടായില്ല. കോടികൾ മുടക്കി ഇങ്ങനൊരു ഇവിടെ ഒരു ബോട്ട് ജെട്ടി നിർമ്മിച്ചിട്ടുണ്ട്. അത് എപ്പോഴും ലോക്കാണ് എങ്കിൽ പോലും ഇവിടെ ആളുകളൊക്കെയും വന്നിരിക്കാനുള്ളൊരു രീതിയുണ്ട്. നാശനഷ്ടം സംഭവിക്കാം. എത്രയോ വലിയ നഷ്ടങ്ങളാണല്ലേ ഇതിങ്ങനെ ഉപയോഗിക്കാതെ കിടക്കുമ്പോഴും. അതെ, സാമൂഹ്യ വിരുദ്ധരുടെ ആക്രമണം തന്നെ ഈ ബോട്ട് ജെട്ടിക്ക് നേരത്തെ ഉണ്ടാകുന്നുണ്ട്. നമ്മൾ ഉൾപ്പെടെ നേരത്തെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പ്രത്യേകിച്ചിട്ട് ഇവിടെ രാത്രികാലങ്ങളിൽ ആളുകളെ നിരീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് നിരീക്ഷണ ക്യാമറകൾ കൂടി ഉണ്ടെങ്കിൽ അത് ഏറെ ഉപകാരപ്രദമാകുമെന്നാണ് നമുക്ക് പറയാനുള്ളത്. നമുക്ക് കുറച്ച് ഈ ബോട്ട് ജെട്ടിയുടെ കുറച്ച് കാഴ്ചകൾ നമുക്കൊന്ന് ആസ്വദിച്ചിട്ട് വരാം. അപ്പോൾ ചാന്ദിനി, വളരെ മനോഹരമായ ദൃശ്യങ്ങളാണ് നമ്മുടെ ക്യാമറമാൻ പ്രണവ് പെരുവാമ്പ പകർത്തിയിട്ടുള്ളത് അല്ലേ? അതെ, ഇവിടെ ഇരിക്കുമ്പോ ഇവിടെ ഇങ്ങനെ ഇരുന്ന് പോവാൻ തോന്നുകയാണല്ലേ സത്യം പറഞ്ഞാല്. കാറ്റും കൊണ്ട് നമുക്ക് ഇങ്ങനെ ഇവിടെ ഇരിക്കാം. ഒട്ടേറെ പരാതികളുണ്ട് നാട്ടുകാർക്കൊക്കെയും. ഇവിടെ ബോട്ട് വരുന്നത് കൊണ്ട് ഒട്ടേറെ ഉപകാരങ്ങൾ ഉണ്ടാവാൻ വേണ്ടി പോകുന്നതാണ്. അത്തരത്തിൽ അത് വരാതിരിക്കുമ്പോ അതിൻ്റെതായ പ്രശ്നങ്ങളും പരാതികളും ഒക്കെയും നാട്ടുകാർക്കുണ്ട്. ഇവിടെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് 2 പാലം ഉണ്ടല്ലേ? അതെ, 2 പാലം ഉണ്ട്. അതിന്റെ വേറൊരു പാലം വരാൻ വേണ്ടി പോകും. പുതിയൊരു പാലം വരുന്നുണ്ട് പഴയങ്ങാടിയിൽ. അത്തരത്തിൽ 2 പാലങ്ങളെ നടുവിലാവുമ്പോ വലിയ ബോട്ടുകൾക്കൊക്കെയും വരാനുള്ള ചെറിയ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒക്കെയും തന്നെ പറയുന്നുണ്ട് അല്ലേ? പക്ഷെ എങ്കിലും ഈ പദ്ധതി എത്രയും പെട്ടെന്ന് ചെറു ബോട്ടുകൾ നമുക്ക് വരാമല്ലോ. ടൂറിസം പദ്ധതിയുടെ ഭാഗമായിട്ട് ചെറിയ ബോട്ടുകൾ വരാം. അതുപോലെ ചെറിയ ഹൗസ് ബോട്ടുകൾക്ക് ഇവിടെ വരാൻ വേണ്ടി സാധിക്കും.
അത് എത്രയും പെട്ടെന്ന് വരട്ടെ എന്നുള്ളതാണ്. അത്തരത്തിൽ അതൊക്കെയും നോക്കിക്കൊണ്ട് ഉപകാരപ്പെടുത്തിക്കൊണ്ട് തന്നെ ഇവിടെ ഒരു ബോട്ട് ജെട്ടി, ബോട്ടുകളൊക്കെയും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ബോട്ട് ജെട്ടിയായിട്ട് അത് യാഥാർത്ഥ്യമായി മാറട്ടെ എന്ന് മാത്രമാണ് പറയാനുള്ളത് അല്ലെ. നമ്മുടെ നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറ പേഴ്സൺ പ്രണവ് പെരുവാമ്പയ്ക്കൊപ്പം ചാന്ദിനി, നികേഷ് താവം. വന്യമൃഗശല്യം മൂലം മലയോരം തരിശുഭൂമിയാകുന്നു. കാട്ടുപന്നിയും കുരങ്ങും ഇടവിള കൃഷികളെല്ലാം നശിപ്പിച്ചു കഴിഞ്ഞു. കൃഷി നശിക്കപ്പെടുന്നതിന് നഷ്ടപരിഹാരം ലഭിക്കാതായതോടെ കൃഷി ഉപേക്ഷിക്കാനൊരുങ്ങുകയാണ് മലയോര ജനത. വന്യമൃഗശല്യം മൂലം മലയോരം തരിശുഭൂമിയാകുന്നു. കാട്ടുപന്നിയും കുരങ്ങും ഇടവിള കൃഷികളെല്ലാം നശിപ്പിച്ചിരിക്കുകയാണ്. കപ്പ, ചേന, കാച്ചിൽ, വാഴ, കമുക് തുടങ്ങിയവയൊക്കെ വന്യമൃഗങ്ങൾ നശിപ്പിക്കുന്നു. നാണ്യവിളകൾക്ക് വിലയുണ്ടെങ്കിലും ഉൽപാദനം വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ കർഷകർ ഇടവിളകളെയാണ് ആശ്രയിക്കുന്നത്. ഇതാണെങ്കിൽ വന്യജീവികൾ നശിപ്പിക്കുകയും ചെയ്യുന്നു. കൃഷി നശിപ്പിക്കപ്പെട്ട കർഷകർ പരാതിയുമായി കൃഷിഭവനിൽ എത്തിയാൽ നഷ്ടപരിഹാരം ലഭിക്കാത്തതും ജനങ്ങൾ കൃഷി ഉപേക്ഷിക്കുന്നതിന് കാരണമാവുകയാണ്. ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല ഈ പന്നിയുടെ ആക്രമണം. ഇപ്പോൾ ഒരു ദിവസം രാവിലെ നമ്മൾ നമ്മുടെ കർഷകരുടെ വാട്സപ്പ് ഗ്രൂപ്പ് നോക്കുന്ന സമയത്ത് ഓരോരോ ദിവസവും കാണുന്ന കാഴ്ചയാണ് ഈ വന്യജീവി പന്നിയുടെ ആക്രമണം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെതിരെ ശാശ്വതമായൊരു പരിഹാരം സർക്കാർ തലത്തിൽ ആലോചിച്ചാൽ മാത്രമേ ഇത് നമ്മുടെ ഒരു ഭാഗത്തുനിന്ന് കൃഷിഭവൻ ഈ കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തുന്ന സമയത്ത് ഇപ്പോൾ ജേക്കബ് ഏട്ടൻ നമ്മുടെ കാർഷിക വികസന സമിതി മെമ്പർ കൂടിയാണ്. അപ്പോൾ അദ്ദേഹം ഇപ്പോൾ പറഞ്ഞ കാര്യം 9 ഏക്കർ സ്ഥലമുണ്ട്, കൃഷി ആശ്രയിച്ച് ജീവിക്കുന്ന കുടുംബമാണ്. പക്ഷേ ഇതേ പ്രദേശത്ത് ഒരു പ്രാവശ്യം മരച്ചീനി കൃഷി ചെയ്ത് മുഴുവൻ പന്നി നശിപ്പിച്ചു. ഇപ്പോൾ നമ്മൾ പഞ്ചായത്തിൻ്റെ ജനകീയ ആസൂത്രണ പദ്ധതിയിൽ നൽകിയ വാഴകളാണ് മുഴുവൻ അതുപോലെ തന്നെ പൂർണ്ണമായും നശിപ്പിച്ചു എന്നുള്ളതാണ്. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് 2025 ജനുവരി 22 സംസ്ഥാന വ്യാപകമായി സെറ്റോ സംഘടനകൾ പ്രഖ്യാപിച്ച പണിമുടക്കിന്റെ പ്രചരണാർത്ഥം പയ്യന്നൂരിൽ പ്രകടനവും താലൂക്ക് തല സമര പ്രഖ്യാപന കൺവെൻഷനും സംഘടിപ്പിച്ചു. കണ്ണൂർ DCC സെക്രട്ടറി അഡ്വക്കേറ്റ് റഷീദ് കൗവായി ഉദ്ഘാടനം ചെയ്തു. സെറ്റോ പയ്യന്നൂർ താലൂക്ക് തല സമരപ്രഖ്യാപന കൺവെൻഷനും പ്രകടനവും കണ്ണൂർ DCC സെക്രട്ടറി അഡ്വക്കേറ്റ് റഷീദ് കൗവായി ഉദ്ഘാടനം ചെയ്തു. സെറ്റോ ജില്ലാ ചെയർമാൻ MB ഷനീജ്, അബ്ദുൾ റഷീദ് KV, മഹേഷ് KV, ജയപ്രസാദ് EK, രൂപേഷ് A, ശ്രീനിവാസൻ K, സജിൻ SP, പ്രശാന്ത് കോറോം തുടങ്ങിയവർ സംസാരിച്ചു. പ്രകാശ് ബാബു അധ്യക്ഷത വഹിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. മേളപ്പെരുക്കം തീർത്ത് പയ്യന്നൂർ തായിനേരി MRCD സ്കൂൾ വിദ്യാർത്ഥികളുടെ പഞ്ചാരിമേളം അരങ്ങേറ്റം. കഥകളി ആചാര്യൻ രൗദ്രശ്രീ TT കൃഷ്ണൻ അരങ്ങേറ്റത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ശാരീരിക പരിമിതികളെ മറികടന്ന് കല സ്വായത്തമാക്കുവാൻ ഇവിടുത്തെ കുട്ടികൾക്കുള്ള കഴിവ് പ്രദർശിപ്പിക്കുവാനുള്ള വേദിയായി മാറി പഞ്ചാരിമേളത്തിന്റെ അരങ്ങേറ്റം. വി ജയരാജൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ എ ശോഭ, ശശി വട്ടക്കോവൽ, KP ശ്രീധരൻ, അഡ്വക്കേറ്റ് KV ശശിധരൻ നമ്പ്യാർ, PK സന്തോഷ്, K രവീന്ദ്രൻ, സുധീർ പയ്യന്നൂർ തുടങ്ങിയവർ സംസാരിച്ചു. 14 മിടുക്കന്മാരും മിടുക്കികളും അരങ്ങേറ്റം കുറിക്കുന്നതിന്റെ ഭാഗമായി ഉള്ള പരിശീലനത്തിന് നാൾവഴികളെ സംബന്ധിച്ചൊക്കെ അധ്യക്ഷൻ നമുക്കെല്ലാവർക്കും പ്രിയങ്കരനായ അഡ്വക്കേറ്റ് വി ജയരാജൻ സ്വാഗത പ്രസംഗം നടത്തിക്കുന്ന പ്രിയപ്പെട്ട ശ്രീധരേട്ടന് പറഞ്ഞു. ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല. ഏതാണ്ട് 20 മിനിറ്റ് വേണ്ടി ഒരു അരങ്ങേറ്റത്തിന് നാം പ്രിയപ്പെട്ട ശ്രുതി പറഞ്ഞു. 2 കാര്യങ്ങളാണ്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ശാരീരിക പരിമിതികളെ മറികടന്ന് പഞ്ചാരിമേളത്തിൽ പയ്യന്നൂർ MRCD സ്കൂളിലെ കുട്ടികൾ കൊട്ടിക്കയറിയപ്പോൾ അത് കണ്ടു നിൽക്കുന്നവരുടെ മനസ്സ് നിറക്കുന്നതായി. സുധീർ പയ്യന്നൂരാണ് 4 പെൺകുട്ടികളടക്കം 14 കുട്ടികളെ പരിശീലിപ്പിച്ചത്.
പയ്യന്നൂർ MRCDയിൽ 14 കുട്ടികളാണ് ഇന്ന് പഞ്ചാരി മേളത്തിൽ ഇവിടെ അരങ്ങേറ്റം കുറിച്ചിരിക്കുന്നത്. അവരെ അതിന് യോഗ്യനാക്കാൻ വേണ്ടിയിട്ട് ഗുരു എനിക്കൊപ്പം ചേർന്നിട്ടുണ്ട്. പയ്യന്നൂർ സുധി, നമസ്കാരം സർ. എങ്ങനെയായിരുന്നു നമ്മുടെ ഈ കുട്ടികളെ എത്ര കാലം കൊണ്ടാണ് പഠിപ്പിച്ചെടുക്കാൻ പറ്റിയത്? ഇത് ശരിക്കും ഒരു വർഷം മുമ്പ് തുടങ്ങിയൊരു ഉദ്യമമാണ്. നമ്മളെ കൊക്കാശ്ശേരി മടത്തമ്പടി ക്ഷേത്രത്തിൻ്റെ ഉത്സവ ഭാഗമായിട്ട് എൻ്റെ ഗുരുനാഥൻ പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി വാരാർ വന്ന സമയത്ത് നമ്മളെ ഫോക്ക്ലാൻഡ് ചെയർമാനും ഡോക്ടർ VC രവീന്ദ്രൻ സാറും കൂടിയിട്ട് ഡോക്ടറെ കുട്ടികളെ കാണാൻ MRCDയിലേക്കൊന്ന് വരണമെന്ന് അപേക്ഷ ഉണ്ടായി. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഒരു മേളപ്പെരുക്കം കൂടി കുട്ടികൾക്ക് ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട് ഡോക്ടറെ അഭ്യർത്ഥന ഉണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഞാനടക്കം റിട്ടയർഡ് കലാമണ്ഡലം പ്രിൻസിപ്പൽ ഉണ്ണീഷേട്ടനടക്കം മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാർ അദ്ദേഹത്തിൻ്റെ 2 മക്കൾ അതെനിക്ക് വെള്ളിനഴിയാണ്ട് എല്ലാം ഞങ്ങളെ ഫുൾ ടീം വന്നിട്ട് ഒരു മേളപ്പെരുക്കം കുട്ടികൾക്ക് ഒരു സ്നേഹ സമ്മാനമായിട്ട് MRCDക്ക് നൽകി. അതിൻ്റെ വാർഷികത്തിനും ആശാൻ പങ്കെടുത്തു. അതിൽ ഇവർ കുട്ടികൾ ബാൻഡ് ചെയ്തിട്ടാണ് അരങ്ങേറ്റം കുറിച്ചത്, ഈ ശങ്കരേട്ടൻ സ്വീകരിച്ചത് കുട്ടികൾ തന്നെ. അപ്പം അങ്ങനെ ആ മേളപ്പെരുക്കം കഴിഞ്ഞപ്പോൾ ഒരു ചെണ്ട പഠിക്കണമെന്നൊരു ആഗ്രഹം ആശാൻ്റെ മുമ്പിൽ ഇവർ വെച്ചു. അപ്പോൾ അതിന് ആശാൻ പൂർണ്ണ സമ്മതമായിട്ട് ചെയ്തു തരാമെന്നും പറഞ്ഞു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അന്നേരം തന്നെ പയ്യന്നൂർ സുധീന ഞാൻ ഇത് ചുമതല ഏൽപ്പിക്കുന്ന ആശാൻ അങ്ങ് പ്രഖ്യാപിച്ചു. അപ്പോൾ അങ്ങനെയാണ് ഈ ചുമതല എന്നിലേക്ക് എത്തുന്നത്. അതെ, MRCDയിലെ കുട്ടികളെ കുറിച്ച് നമുക്കറിയാം. അവർ ബാൻഡ് മേളത്തിലൊക്കെ നേരത്തെ തന്നെ കഴിവ് തെളിയിച്ചവരാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു താളം അവരുടെ കയ്യിലുണ്ടായിരുന്നു. അത് ഇതിന് എത്രത്തോളം സഹായിച്ചിട്ടുണ്ട്? അത് ആ ഒരു ബാൻഡിൻ്റെ താളം വെച്ചാൽ അവർക്ക് ചെണ്ട പഠിക്കാനുള്ളൊരു ഇൻസ്പിറേഷൻ ആ ബാൻഡ് പഠനമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എല്ലാവരുടെ മനസ്സിലും ഒരു ഹൃദയ താളമുണ്ട്. പക്ഷെ ആ ഹൃദയതാളത്തിന് അതീതമായിട്ടാണ് ചെണ്ട എന്ന വിഷയത്തിൻ്റെ താളം. ഒന്ന് അതിൽ നിന്ന് താഴേക്ക് പോകണം, ഒന്ന് ഇതിൽ നിന്ന് മുകളിലേക്ക് പോകണം. ഹൃദയതാളത്തിൻ്റെ ഒരു ബൈറ്റ് നമ്മളെല്ലാവരും മനസ്സിലുണ്ട്. അത് എനിക്ക് ഈ കുട്ടിയെ കൊണ്ട്. അപ്പോൾ അതിന് ഈ ചെണ്ടേൻ്റെ വിഷയം പ്രാപ്തമാക്കാൻ എനിക്ക് കുറച്ച് എളുപ്പമായി. പക്ഷെ അതേ കണക്ക് ഈ നമ്മളെ ചെണ്ടേൻ്റെ താളത്തിലേക്ക് വരുത്താൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനിവിടെ കുട്ടികളെ പഠിപ്പിക്കാൻ ഉദ്ദേശിച്ച് പഞ്ചാരി മേളത്തിൻ്റെ 5ാം കാലമാണ്. ആ 5ാം കാലം പ്രാപ്തമാക്കി എടുക്കുമ്പോൾ സാധാരണ രീതിയിലൊരു ക്ലാസിക്കൽ സ്റ്റൈലിൽ അത് ഈ കുട്ടിയേക്ക് വഴങ്ങില്ല എന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. അപ്പോൾ ഞാൻ ആശാനായിട്ടുള്ള ഡിസ്കഷനിൽ നീ അതിനെ പുതിയതായി ഒരു ട്യൂണിങ് നടത്തിയിട്ട് അത് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞാൻ ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ട് പഞ്ചാരി 5ാം കാലത്തിന് ഒന്ന് ഡൈവേർഷനായിട്ട് 5ാം കാലത്തിൽ ഊന്നിക്കൊണ്ട് ഒരു ഡൈവേഴ്സിഫിക്കേഷനായിട്ട് ഒരു മൊഡ്യൂൾ ഉണ്ടാക്കി. ആ മൊഡ്യൂളാണ് കുട്ടികളെ പഠിപ്പിച്ചെടുത്തത്. അപ്പോൾ ഇതിനു മുന്നേയും ഒരുപാട് കുട്ടികളെ പഠിപ്പിച്ച ഒരു പാരമ്പര്യം ഉണ്ടാവും. അപ്പോൾ ഈ കുട്ടികളെ അതിൽ നിന്ന് എന്തായിരുന്നു വ്യത്യസ്തമായിട്ട് എത്രത്തോളമായിരുന്നു എഫേർട്ട് എടുക്കേണ്ടി വന്നിരുന്നത്? അതായത് സാധാരണ ഒരു കുട്ടികൾക്ക് എനിക്ക് വായ്ത്താരി ചൊല്ലി കൊടുത്താൽ അത് പഠിപ്പിച്ച് അവർ വേഗം എടുക്കും. പിന്നെ അതെന്നെ കയ്യിലേക്ക് പറഞ്ഞു കൊടുക്കാൻ വളരെ എളുപ്പമാണ്. ഇവരെ സംബന്ധിച്ച് ഒരു വായ്ത്താരി ഒരു അക്ഷരം പോലും പറയാൻ അവരെ വിഷയങ്ങൾ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് ആ വായ്ത്താരി എത്തൂല. അപ്പോൾ ഒന്നിക്കൽ ഈ താളത്തിൽ തുടങ്ങി താളത്തിൽ അവസാനിക്കണം. ആ ഒരു ഗമകം കിട്ടുന്ന ഒരു രീതിയിൽ വായ്ത്താരി അവരെ കൊണ്ട് ചെല്ലാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ അവരെ എങ്ങനെ വഴങ്ങോ അതേ കണക്ക് അവരിലേക്ക് ചേർന്നു. പിന്നെ ആ പഠനത്തിന് വേണ്ടി ഞാൻ കുട്ടികളെ പഠിപ്പിക്കുന്ന ടീച്ചർമാരടുത്ത് ഇവർക്ക് എങ്ങനെയാണ് നിങ്ങൾ പഠിപ്പിക്കുന്നുള്ള കാര്യങ്ങൾ ടീച്ചർ മുഖേന പഠിച്ചെടുത്ത് ആ ടീച്ചർമാരെയും കൂടെ ഉൾപ്പെടുത്തി അവരെയും കൂടെ പഠിപ്പിച്ചിട്ടാണ് ഞാൻ ഈ കുട്ടികളിലേക്ക് ഈ വിഷയം എത്തിച്ചത്. അപ്പോൾ കുട്ടികൾ എന്നെ ഭയങ്കര ഇഷ്ടം തോന്നി. പിന്നെ അവരെ പെരുമാറ്റത്തിലൊക്കെ ആ ഇഷ്ടത്തിലൂടെ അവരെ പഠിപ്പിക്കാൻ പറ്റുമെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ അവരിലേക്ക് ചേർന്ന് അവരെ താളത്തിനനുസരിച്ച് ഞാൻ പഠിപ്പിച്ചു. അതെ, മറ്റു കുട്ടികളെക്കാൾ ഇവരും അതുപോലെ തന്നെ ഒരുപാട് കഴിവുള്ളവരാണ്. അപ്പോൾ അവരുടെ കഴിവ് തിരിച്ചറിയാൻ വേണ്ടി ഇവിടുത്തെ ടീച്ചേഴ്സ് ഒരുപാട് എഫേർട്ട് എടുക്കുന്നുണ്ടാവും. അപ്പോൾ ഇവരെ പഠിപ്പിച്ച് വന്നപ്പം എന്തൊക്കെയാണ് അങ്ങനെ തോന്നിയിട്ടുള്ളത് ഈ കുട്ടികളുടെ? തീർച്ചയായിട്ടും അവരെ പഠിപ്പിക്കുമ്പം ഈ ഓരോ ടീച്ചർ ഓരോ നോട്ടത്തിലും അവരൊരു ആക്ഷനിൽ വരെ ഇവർക്ക് ഓരോ പാഠങ്ങൾ പകർന്നു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ക്ലാസ്സിന് എടുക്കുന്നതിനിടയ്ക്ക് തന്നെ ടീച്ചർ വന്നിട്ട് ഇടപെടുമ്പം അവർ വർത്തമാനം പറയുന്നുണ്ട്. അവർ വന്ന് ഒരു നോക്ക്. അപ്പോൾ അതെല്ലാം എനിക്കും അവർക്ക് പകർന്നു കൊടുക്കാൻ എനിക്ക് പറയാണ്ട് തന്നെ ഇന്നിപ്പം നിങ്ങൾ മേളം ഇവിടെ വീഴ്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അവരോട് ആശയവിനിമയം നോക്കിലൂടെയും ആ ഒരു സ്റ്റൈലിലും വർത്തമാനം പറയാണ്ട് തന്നെ ഒരു കമ്മ്യൂണിക്കേഷൻ നമുക്ക് നമ്മളുടെ ഇടയിൽ ഉണ്ടെങ്കിലും അത് ഈ ടീച്ചർമാനം മുഖേന ഇവർ നല്ലോണം സ്വായത്തമാക്കിയിട്ടുണ്ട്.
അത് ടീച്ചർമാരെ സമ്മതിക്കേണ്ട വിഷയമാണ്. അപ്പോൾ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ കുട്ടികൾ ഏറ്റവും നന്നായി അത് പഠിച്ചെടുത്തിട്ടുണ്ട് അല്ലേ? സാധാരണ ഒരു 6 മാസം 7 മാസക്കാലമാണ് ഒരു മേളം പഠിച്ചെടുക്കാൻ സ്വതവേ എടുക്കുന്നത്. അതേപോലെ തന്നെ എനിക്കിവിടെ ആഴ്ചയ്ക്ക് 2-3 ദിവസം മാത്രമേ കുട്ടികളെ കിട്ടുന്നുള്ളൂ. അപ്പോൾ ആ ആഴ്ചയ്ക്ക് 2-3 ദിവസം കൊണ്ട് ഒരു 6 മാസക്കാലത്തിനുള്ളിൽ എത്ര ദിവസം ഉണ്ടാകുന്ന കണക്കാക്കി. അപ്പോൾ അതിനിടയിൽ 1 മണിക്കൂറിനുള്ളിൽ ഒരു 1/2-3/4 മണിക്കൂർ അപ്പോഴേക്കും അവർക്ക് ക്ഷീണം, പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല. അപ്പോഴേക്ക് ഓരോരാൾക്ക് അവരവരായ ശാരീരിക വിഷമം കാണിക്കും. അപ്പോൾ അവർ കൊട്ട് നിർത്തിയിട്ട് പോയി ഇരുന്നിട്ട് കയ്യും കാലെല്ലാം നിർത്തി ഇങ്ങനെ ചില കുട്ടികൾ കമിഞ്ഞ് കിടക്കും. അങ്ങനെ ശാരീരികമായ പ്രയാസങ്ങൾ കാണിക്കുമ്പോൾ ഞാൻ ക്ലാസ് നിർത്തും. അപ്പോൾ അങ്ങനെ ഈ 1 മണിക്കൂർ തേച്ച് നമുക്ക് കിട്ടില്ല. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് അത്രയും ചെറിയ വളരെ ദിനം പ്രതി നോക്കാൻ ശരിക്കും ഒരു 15-18 ദിവസത്തെ തുടർച്ചയായ അഭ്യാസം മാത്രമേ ആ ഒരു സമയം മാത്രമേ നമുക്ക് കിട്ടിയില്ല. ശാരീരിക പരിമിതികൾ ഏറെയുണ്ടെങ്കിലും അതിനെയൊക്കെ മാറ്റി നിർത്തി അധ്യാപകന്റെ കരുത്തിൽ ഈ കുട്ടികൾ ഇവിടെ നേടിയെടുത്തത് ചെറിയൊരു ദൗത്യമല്ല. നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറാമാൻ സുമേഷിനൊപ്പം KN വർഷം. പയ്യന്നൂർ മഹാദേവ ഗ്രാമത്തിലെ പുലർക്കാല കാഴ്ചകളിലൊന്നാണ് അമ്പല പരിസരത്തെ മൈതാനവും ആൽച്ചുവടും ശുചീകരിക്കുന്ന VP രാജേഷ് എന്ന ചെറുപ്പക്കാരൻ. ആരും കൂട്ടിനില്ലെങ്കിലും സ്വയം ഏറ്റെടുത്ത കടമ വർഷങ്ങളായി മുടക്കമില്ലാതെ തുടരുകയാണ് ഇദ്ദേഹം. പയ്യന്നൂർ മഹാദേവ ഗ്രാമത്തിലെ രാജേഷ് ഏട്ടനാണ് ഇപ്പോൾ എനിക്കൊപ്പം ഉള്ളത്. നമസ്കാരം രാജേഷ് ഏട്ടാ. നമസ്കാരം. നേരത്തെ എന്നോട് സംസാരിക്കുമ്പോൾ പറഞ്ഞു ഒരു ഞങ്ങളുടെ പരിസരം വൃത്തിയാക്കുക എന്നുള്ളത് നമ്മുടെ കർത്തവ്യമാണ്, അതൊരു വാർത്തയാക്കാൻ മാത്രം ഇല്ല എന്നുള്ളത്. പക്ഷെ എല്ലാ ദിവസവും രാവിലെ ഒരു 6 മണി മുതൽ ഈ മഹാദേവ ഗ്രാമത്തിലെ ഈ ഗ്രൗണ്ടും ഈ റോഡ് അരികും ഒക്കെ അടിച്ച് വൃത്തിയാക്കി വെക്കുന്നത് ഒരു ശീലം ജീവിതചര്യയായി മാറിയിട്ടുണ്ട്. എത്ര വർഷമായിട്ട് ഇത് ചെയ്തു? 10-30 വർഷമായി ഏകദേശം തുടർച്ചയായിട്ട് ഇങ്ങനെ എനിക്ക് സമയം കിട്ടുമ്പോഴൊക്കെ എല്ലാ ദിവസങ്ങളും ചെയ്യാൻ പറ്റിയത് വരില്ല. എന്നാൽ പെട്ടെന്ന് ഞാൻ എൻ്റെ ചെറിയ പ്രായം മുതൽ കളിക്കുന്ന ഒരു ഗ്രൗണ്ടാണിത്. ഈ ഗ്രൗണ്ടിൽ ഞാൻ രാവിലെ എണീച്ചു കഴിഞ്ഞാൽ ഒരു 6-6:45 ഈ ഗ്രൗണ്ടിൽ നമ്മുടെ കളി മുമ്പ് കാലങ്ങളിൽ ഫുട്ബോളായിരുന്നു, ക്രിക്കറ്റായിരുന്നു. ഇപ്പോൾ ഞങ്ങൾ ഷട്ടിലേക്ക് മാറി. അപ്പം ഞങ്ങൾ ഈ കളിക്കാൻ രാവിലെ വരുന്നതിന് മുമ്പേ 6 മണിക്ക് ഗ്രൗണ്ടിൽ വന്നു കഴിഞ്ഞാൽ 6:45 ലൈറ്റ് വരികയുള്ളൂ. അതിനു മുമ്പേ ഞങ്ങൾ ഈ വെറുതെ ഇരിക്കും. ഞാൻ ഒറ്റയ്ക്ക് നല്ല എൻ്റെ ഒരു ശീലമായി മാറിയാണ്. ഇവിടെ കാണുന്ന ഈ ഇലകളും കമ്പുകളും മറ്റെല്ലാം അടിച്ചു കൂട്ടിയിട്ട് ഞാൻ ഒന്ന് തീ വെച്ച് വൃത്തിയാക്കിയിട്ട് കളിക്കാൻ പോവുക എന്നുള്ളത് ഒരു ദിവസം തുടങ്ങുന്നത് അങ്ങനെയാണ്. അത് പിന്നെ നമ്മുടെ ഒരു വീടും പരിസരവും വൃത്തിയാക്കുക എന്നുള്ളത് എന്നെ സംബന്ധിച്ചൊരു വാർത്താ പ്രാധാന്യ വിഷയമല്ല. സാധാരണഗതിയിൽ തന്നെ നമ്മളിപ്പോ ഗാന്ധി ജയന്തി പോലെയുള്ള ദിവസങ്ങളിലാണ് എല്ലാവരും ഈ ശുചിത്വത്തിനെ കുറിച്ച് പറയുന്നതും ചുറ്റുപാടും വൃത്തിയാക്കുന്നതും ഒക്കെ ഉള്ളത്. പക്ഷെ അത് ജീവിതത്തിന്റെ ഭാഗമാക്കി കൊണ്ടുപോകുന്ന ഒരാള് തീർച്ചയായിട്ടും ഒരു മാതൃകയാണ്. ആളുകൾ അത് കണ്ട് അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും ഇത് പറഞ്ഞ് ഒരു പ്രത്യേക ദിവസം പറഞ്ഞ് അത് അവിടെ മറന്നു പോകുന്നുണ്ട്. പക്ഷെ അതൊരു ജീവിതത്തിന്റെ ഭാഗമാക്കി കൊണ്ടു നടക്കുന്നിടത്തോളം അതൊരു മാതൃക തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മൾ നിങ്ങളെ തേടിയെത്തിയതും. അപ്പോൾ ഈ അച്ഛനാണ് ഇത് തുടങ്ങി വെച്ചത്. അച്ഛൻ ഇങ്ങനെ ചെയ്ത് അത് കണ്ടാണ് തനിക്ക് ഇത് ചെയ്യാനുള്ള ഒരു പ്രചോദനം ഉണ്ടായെന്ന് പറയുന്നത്. നമ്മൾ വീട്ടിൽ നിന്നാണല്ലോ എല്ലാ ശീലങ്ങളും പഠിക്കുക. അപ്പോൾ അച്ഛൻ എങ്ങനെയായിരുന്നു ഈ ഒരു ശീലത്തിലേക്ക് എത്തിയത്? അല്ല, അച്ഛൻ ചെറിയ പ്രായത്തിൽ നല്ല അധ്വാനിയായ ചെറിയ പ്രായത്തിൽ തന്നെ എല്ലാ രംഗത്തും രാഷ്ട്രീയ പ്രവർത്തനത്തിലും മറ്റു കാര്യങ്ങളിലും എല്ലാം അധ്വാനിച്ച് വളരെ ഒരു തയ്യൽക്കാരനാണ്. ഈ നാട്ടിലത്തെ എല്ലാ സാംസ്കാരിക പ്രവർത്തനങ്ങളും സജീവമായ ഒരാളാണ്. ഈ കാണുന്ന ഫൈൻ ആർട്സ് സൊസൈറ്റിയുടെ സ്ഥാപക പ്രസിഡന്റാണ്. 40 വർഷമായിട്ട് ഈ സ്ഥാപനത്തിൻ്റെ പ്രസിഡന്റാണ് അച്ഛൻ. ഇവിടുത്തെ പഴയ കോൺഗ്രസിൻ്റെയും സംഘടനാ കോൺഗ്രസിൻ്റെയും ഒക്കെ ഈ പയ്യന്നൂർ ടൗണിലെ ചേംബർ ഓഫ് കൊമേഴ്സ്. അച്ഛൻ്റെ ഒരു സാംസ്കാരിക പ്രവർത്തകനാണ്. അച്ഛൻ്റെ ഒരു മാതൃക പിന്തുടർന്നുകൊണ്ട് ആ ലെവലിൽ നമ്മുടെ ഒരു നാടിൻ്റെ ഒരു സാംസ്കാരിക പ്രവർത്തനം നമ്മുടെ ഈ നാട്ടിലത്തെ മഹാദേവ ഗ്രാമത്തിലെ എല്ലാ സാംസ്കാരിക പ്രവർത്തനങ്ങളിലും സജീവമായി നിലകൊള്ളുന്ന ഒരാളാണ് ഞാനും. അച്ഛൻ അതിലും സജീവമായി സാംസ്കാരിക പ്രവർത്തനവും മറ്റ് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ ഒരാളായിരുന്നു. അതിൻ്റെ ഒരു പിന്തുടർച്ച ഒരു നിലയിൽ അച്ഛനെ കണ്ടു പഠിച്ചു. അച്ഛൻ്റെ ഒരു പിന്തുടർച്ച തന്നെ ഞാനിന്ന് തുടരുന്നതാണ്. അച്ഛൻ്റെ 10-50 വർഷം അച്ഛൻ നടത്തിയൊരു വ്യാപാരത്തിൻ്റെ ഭാഗമായി പഠിച്ചത്. നമ്മളിപ്പം ഞാനൊക്കെ എൻ്റെ വിദ്യാഭ്യാസം കോളേജ് വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞ് ഒരു ജോലി എന്നതിലുപരി അച്ഛനോട് പറഞ്ഞു വ്യാപാരത്തിലേക്ക് ഇറങ്ങാൻ. ഒരു വ്യാപാരിയായി ഇന്ന് കാണുന്ന നമ്മുടെ ഒരു ജീവിക്കാനുള്ള ഒരു ഉപാധി എന്നത് അച്ഛനാണ്. അതെ. അപ്പൊ ഈ രാവിലെ 6 മണിക്ക് തന്നെ ഇവിടെ എത്തുമെന്ന് പറഞ്ഞു. അപ്പൊ ഇതുവഴി പോകുന്നവരൊക്കെ ശ്രദ്ധിക്കാറുണ്ടോ, ചോദിക്കാറുണ്ടോ? ഈ നാട്ടിൽ ഈ പയ്യന്നൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലേക്ക് പോകുന്ന മിക്കവാറും ആൾക്കാർക്ക് എന്നെ അറിയുന്നവരാണ്. അവർക്കത് കാണാം. അതൊരു ശരിയായിട്ട് എന്നോട് ലോഹ്യം പറഞ്ഞ് പോകും. എന്താ രാജേഷ് എന്നില്ല ആ ലെവലിലൊരു ലോഹ്യം പറഞ്ഞിട്ട് മിക്കവാറും അമ്പലത്തിൽ പോകുന്ന സ്ത്രീകളും ആൾക്കാർ കുറവാണ്. മോർണിംഗ് വാക്കിൽ പോകുന്ന കുറച്ച് ആൾക്കാരുണ്ടാവും.
അപ്പൊ എല്ലാവർക്കും അറിയുന്നതുകൊണ്ട് അതിലൊരു പ്രത്യേകിച്ച് ഒരു കൗതുകം ഇല്ല, പുതുമയില്ല. ഇതൊരു ഭാഗം പ്രത്യേകിച്ച് നമ്മൾ കാണുന്നില്ലേ ഇവിടെ മുഴുവൻ മരങ്ങളാണ്. ആ മരങ്ങളുടെ ഇലകൾ വീട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് നല്ലോണം ഇലകൾ നിൽക്കും. ഇലകൾ ഒരു ദിവസം ഒഴിവാക്കിയിട്ടൊക്കെ ഇന്ന് കാണുന്ന ഇന്ന് രാവിലെ കഴിഞ്ഞ് വൃത്തിയാക്കിയ ഇലകളാണ് ഈ കാണുന്നില്ല. അതിങ്ങനെ കൂടിക്കൊണ്ട് നിൽക്കുമ്പോൾ ഈ പരിസരത്ത് വൃത്തികേടാവും. അതൊന്ന് ശരിയാക്കുക എന്നുള്ള ഒരു പ്രാഥമികമായ കാര്യം മാത്രമേ ചെയ്തുകൊണ്ടിരിക്കുന്നില്ലൂ. അതിനിടയിൽ റോഡിന്റെ കുറച്ച് ഭാഗങ്ങളായിട്ടാണ് വരുന്നത്. ചൂലുണ്ടാവും, ഒരു മനുഷ്യൻ കൈവശം ഒരു ചൂലുണ്ടാവും, കളിക്കേണ്ട ഷട്ടിൽ ബാറ്റ് ഉണ്ടാവും, എല്ലാ കാര്യങ്ങളും ഉണ്ടാവും രാവിലെ വരുമ്പോൾ. ഇതിന് ഇപ്പൊ ആരെങ്കിലും ഇതിന്റെ ആവശ്യം ഒന്ന് ചോദിച്ചാൽ ആരെങ്കിലും എപ്പോഴെങ്കിലും ഓട്ടോമാറ്റിക്കായിട്ട് ആൾക്കാർ പിന്നെ ആരെന്ത് പറയുന്നതെന്നുള്ളത് നമ്മുടെ വിഷയമല്ല. നമ്മുടെ ഒരു സ്വയം തീരുമാനം എടുത്ത ചെയ്യുന്നല്ലാതെ അതിലൊരുപാട് സീപ്പുകളുണ്ടാവും. നമ്മളെ കൂട്ടുകാരുടെ ഇഷ്ടം പോലെ നമ്മളെപ്പറ്റി ഇതെപ്പറ്റി. എനിക്ക് പയ്യന്നൂർ മുനിസിപ്പാലിറ്റിയിൽ ഇന്റർവ്യൂ ഇല്ലാതെ ജോലി കിട്ടുന്നില്ല തരത്തിലാണ് ഇവിടുത്തെ ചർച്ച. അതായത് ഇവിടുത്തെ ക്ലീനിങ്ങിന് ഇനി ഡയറക്റ്റ് ഇന്റർവ്യൂ മുനിസിപ്പാലിറ്റി പോയാൽ എനിക്ക് ഇന്റർവ്യൂ വേണ്ടെന്നാണ് നമ്മുടെ നാട്ടിലത്തെ സംസാരം. അവിടുത്തെ തമാശ കാര്യമായ തമാശയാണ്. രാജേഷ് എന്ത് പണിയില്ലെങ്കിലും മുനിസിപ്പാലിറ്റി പോയി കഴിഞ്ഞാൽ ഇന്റർവ്യൂ ഇല്ലാതെ ജോലി. അതൊരു അംഗീകാരമായിട്ടാണ് എടുക്കുന്നത്. അംഗീകാരം തന്നെയാണ് നാടൻ പരിസരം വൃത്തിയാക്കുക എന്നുള്ളത് നമ്മളൊരു മോശം പ്രവണതയൊന്നുമല്ല. തീർച്ചയായിട്ടും നമ്മുടെ ചുറ്റുപാടും വൃത്തിയാക്കേണ്ടത് നമ്മുടെ ഒരു കടമയാണെന്ന് നേരത്തെ പറഞ്ഞ പോലെ പ്രത്യേകമായുള്ള വിശേഷ ദിവസങ്ങളിൽ മാത്രം എടുക്കേണ്ട ഒരു പ്രതിജ്ഞയല്ല, ഇതുപോലെ ജീവിതത്തിന്റെ ചര്യയാക്കി കൊണ്ടുപോകേണ്ടതാണ് എന്ന് തന്നെയാണ് രാജേഷ് ഏട്ടനിൽ നിന്ന് നമുക്ക് കണ്ടു മനസ്സിലാക്കാനുള്ളത്. നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറാമാൻ സുമേഷിനൊപ്പം KN വർഷ. പഴയങ്ങാടിയിലെ മാടായി ഗ്രാമപഞ്ചായത്ത് ഓഫീസ് കെട്ടിടം ഓർമ്മയാകുന്നു. പഴയങ്ങാടിയിൽ പുതിയ പാലം നിർമ്മാണത്തിന്റെ ഭാഗമായാണ് പഞ്ചായത്ത് ഓഫീസ് കെട്ടിടം പൊളിച്ചു മാറ്റിയത്. ഇപ്പോൾ മാടായി ചൈന ക്ലേ കമ്പനിക്ക് സമീപത്തെ വാടക കെട്ടിടത്തിലാണ് പഞ്ചായത്ത് ഓഫീസ് പ്രവർത്തിക്കുന്നത്. പഴയങ്ങാടിയിൽ പുതിയ പാലം വരുന്നതിന്റെ ഭാഗമായിട്ട് വർഷക്കാലമായി ഇവിടെ നിലനിന്നിരുന്ന മാടായി ഗ്രാമപഞ്ചായത്ത് കാര്യാലയം ഇവിടെ ഇന്ന് ഇല്ലാതാവുകയാണ്. ആ ഒരു കാഴ്ചയാണ് നമ്മുടെ പുറകിൽ കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഏകദേശം 10-30 വർഷക്കാലത്തോളമായി ഈ ഒരു ബിൽഡിംഗ് ഇവിടെ നിലനിൽക്കുന്നു. അവിടെ ഒട്ടേറെ ആളുകൾ ജോലി ചെയ്തിട്ടുണ്ട്, ഒട്ടേറെ ഓഫീസുകൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു കെട്ടിടം പോകുന്ന ഈ നാട്ടിൽ നിന്ന് മൺമറഞ്ഞു പോകുക എന്ന് പറയുന്നത് ഇവിടെയുള്ള നാട്ടുകാർക്കൊക്കെയും ഇവിടെ ജോലി ചെയ്തവർക്കൊക്കെ ആണെങ്കിൽ പോലും വലിയൊരു വിഷമമുണ്ടാക്കുന്ന കാര്യമാണ്. ഒട്ടേറെ ഓർമ്മകൾ പങ്കുവയ്ക്കാനുണ്ട് നാട്ടുകാർക്കൊക്കെയും. ഇവിടെ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി കുഞ്ഞിക്കാതിരിയാണ് നമ്മോടൊപ്പം ഉള്ളത്. എന്തൊക്കെയാണ് ഈ ഒരു കെട്ടിടത്തിന്റെ ഓർമ്മ എന്ന് പറയുന്നത്? അതായത് 1991-95 കാലഘട്ടത്തിൽ അന്ന് പഞ്ചായത്തിന് സ്വന്തമായി കെട്ടിടം ഇല്ലാതിരുന്ന ഒരു പ്രയാസത്തിലെ പരിഹാരമായിക്കൊണ്ട് അന്നത്തെ പ്രസിഡൻ്റായിരുന്ന CK മുഹമ്മദ് കുഞ്ഞി ഹാജി എന്നവർ അദ്ദേഹത്തിൻ്റെ വളരെ പരിശ്രമ ഫലമായിട്ടാണ് PWDയിൽ നിന്ന് സ്ഥലം ഏറ്റെടുത്തുകൊണ്ട് ലഭ്യമാക്കിക്കൊണ്ട് ഈ പഞ്ചായത്ത് കെട്ടിടം ഇവിടെ പണികഴിപ്പിച്ചത്. മാടായി പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം പഞ്ചായത്ത് ആവിർഭിച്ച കാലം മുതൽ പഴയങ്ങാടി ആയിരുന്നു മാടായിയുടെ ഒരു ആസ്ഥാനം എന്ന നിലയിൽ പഴയങ്ങാടിയിലായിരുന്നു പഞ്ചായത്തിൻ്റെ ഓഫീസുകൾ പ്രവർത്തിച്ചു വന്നിരുന്നത്. ആ നിലയിൽ തന്നെ പഴയ സ്ഥാപിക്കപ്പെട്ട ഈ ഒരു പഞ്ചായത്ത് ഓഫീസ് കെട്ടിടം ഇപ്പോൾ വികസനത്തിൻ്റെ ഭാഗമായി പുതിയൊരു പാലം വരുന്നതിൻ്റെ ഭാഗമായിട്ട് പൊളിച്ചു മാറ്റപ്പെടുകയാണ്. വികസനത്തിൻ്റെ ഭാഗം എന്ന നിലയിൽ തന്നെ പഞ്ചായത്ത് ഭരണസമിതിയും സംസ്ഥാന ഗവൺമെൻറ്റുമായിട്ടുള്ള ധാരണപ്രകാരം ഇത് ഇവിടെ നിന്ന് പൊളിച്ചു മാറ്റുകയാണ്. എങ്കിലും പഞ്ചായത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം പഴയങ്ങാടി എന്നതാണ് പഞ്ചായത്തിൻ്റെ ആസ്ഥാനം എന്നതുകൊണ്ട് തന്നെ പഴയങ്ങാടിയിൽ തന്നെ ഒരു ഓഫീസ് വേണം എന്ന ആ ഒരു ആഗ്രഹം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. അതിനനുസൃതമായി പഞ്ചായത്ത് ഭരണസമിതി ആലോചനകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത് തന്നെ ഒരു പഞ്ചായത്ത് ഓഫീസിന് എല്ലാവിധ സംവിധാന സൗകര്യങ്ങളോടുകൂടി ഒരു ഓഫീസ് വരും എന്ന് പ്രത്യാശിക്കുകയാണ്. പഴയങ്ങാടിയിൽ ഇന്ന് ഈ കെട്ടിടം ഇല്ലാതാവുകയാണ്. ഇതിന് പകരമായിട്ട് മറ്റൊരു കെട്ടിടം ഉടൻ തന്നെ ഇവിടെ യാഥാർത്ഥ്യമാകേണ്ടതായിട്ടുണ്ട്. നാട്ടുകാരുടെ ഒക്കെയും ആവശ്യം നിറവേറേണ്ട ഒരു ബിൽഡിംഗ് കൂടിയാണിത്. അത്തരത്തിൽ നോക്കുമ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരു കെട്ടിടം ഇവിടെ വീണ്ടും വരേണ്ടതായിട്ടുണ്ട്. ആ രീതിയിൽ നാട്ടുകാർ ഒക്കെയും ആവശ്യപ്പെടുന്നുണ്ട്. നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറ പേഴ്സൺ നികേഷ് താവത്തിനൊപ്പം ചാന്ദിനി. ജനത ചാരിറ്റബിൾ സൊസൈറ്റിയുടെ പുതിയ സംരംഭമായ ജനതാ ഷോപ്പിയുടെ ഉദ്ഘാടനം പയ്യന്നൂർ കണ്ടോത്തെ ഭാരത് പെട്രോൾ പമ്പ് പരിസരത്ത് നടന്നു. നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത ഉദ്ഘാടനം നിർവഹിച്ചു.
പയ്യന്നൂർ കണ്ടോത്തെ ഭാരത് പെട്രോളിയത്തിന്റെ പമ്പ് പരിസരത്ത് പമ്പുമായി സഹകരിച്ച് ജനതാ ഉൽപ്പന്നങ്ങളുടെ പ്രത്യേക ഔട്ട്ലെറ്റായ ജനതാ ഷോപ്പി പ്രവർത്തനം ആരംഭിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത ഉദ്ഘാടനം നിർവഹിച്ചു. ഒട്ടേറെ ആശ്വാസം നൽകുന്ന പ്രവർത്തനങ്ങൾ ജനതാ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ഭാഗത്തു നിന്നും നടന്നു വരുന്നുണ്ട് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. അതോടൊപ്പം ഗുണമേന്മയുള്ള നിരവധിയായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ ജനതാ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ലേബലിൽ അവിടെ നിന്നും ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ വിശ്വസ്തയോടുകൂടി ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്ന ഉൽപ്പന്നങ്ങൾ. ജനതാ ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റ് AV കുഞ്ഞിക്കണ്ണൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ T ശ്രീജിത്ത്, K പവിത്രൻ, B കൃഷ്ണൻ, KK ഫൽഗുനൻ, അഡ്വക്കേറ്റ് KK ശ്രീധരൻ, സുനന്ദ TK, T പത്മനാഭൻ എന്നിവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പിലാത്തറ കോഓപ്പറേറ്റീവ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ 2 ദിവസങ്ങളിലായി നടക്കുന്ന വിദ്യാഭ്യാസ കലാസാംസ്കാരിക പ്രദർശനത്തിന് തുടക്കമായി. ഇൻവിൻഡിയോ 3.0 എന്ന പേരിൽ ഒരുക്കിയ പ്രദർശനത്തിന്റെ ഉദ്ഘാടനം കണ്ണൂർ സർവകലാശാല സിൻഡിക്കേറ്റ് അംഗം ഡോക്ടർ A അശോകൻ നിർവഹിച്ചു. മാറിവരുന്ന വിദ്യാഭ്യാസ സാഹചര്യത്തിൽ നമ്മൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട ദൗത്യം എന്ന് പറയുന്നത് വിദ്യാർത്ഥികളെ പരിശീലിപ്പിക്കുകയും അത് സമൂഹത്തിന് ഉതകുന്ന രീതിയിൽ അവതരിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ഉദ്ഘാടന ചടങ്ങിൽ IV ശിവരാമൻ അധ്യക്ഷനായി. വിദ്യാർത്ഥികൾക്കുള്ള മെറിറ്റ് കം മീൻസ് സ്കോളർഷിപ്പ് കണ്ണൂർ സർവകലാശാല CSS ഡോക്ടർ TP നഫീസ ബേബി വിതരണം ചെയ്തു. വിജയൻ അടുക്കാടൻ, പ്രൊഫസർ K രാജഗോപാലൻ, KC സ്മിത, KK അഞ്ജിത, ഡോക്ടർ KM പ്രസീദ്, M ആകാശ് എന്നിവർ സംസാരിച്ചു. പോസിറ്റീവ് പാരന്റിംഗ് എന്ന വിഷയത്തിൽ നടന്ന സെമിനാർ VK സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ KM പ്രസീദ് അധ്യക്ഷനായി. CP ഷിജു, KM രോഹിണി, KC സ്മിത തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ കോളേജുകൾ, സ്കൂളുകൾ എന്നിവിടങ്ങളിൽ നിന്നായി നിരവധി വിദ്യാർത്ഥികൾ പ്രദർശനത്തിന് എത്തിച്ചേർന്നു. സിലബസിനകത്തും പുറത്തുമുള്ള വിഷയങ്ങൾ പ്രായോഗിക തലത്തിൽ മനസ്സിലാക്കുന്നതിനും സംശയ ദൂരീകരണത്തിനും എക്സിബിഷനിൽ വിപുലമായ സൗകര്യമാണ് ഒരുക്കിയിട്ടുള്ളത്. മ്യൂസിക് ഫ്യൂഷൻ, മെഹന്തി ഫെസ്റ്റ് തുടങ്ങി വിവിധ കലാപരിപാടികൾ 1ാം ദിനം അരങ്ങേറി. എക്സിബിഷൻ വെള്ളിയാഴ്ച സമാപിക്കും. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. കരിവെള്ളൂർ തോട്ടിച്ചാലിലെ പവിത്രന് സിനിമാ പാട്ടുകളോട് അത്രമേൽ പ്രിയമാണ്. 4 പതിറ്റാണ്ടിലേറെ കാലമായി ജോലിക്ക് പോകുന്ന സ്ഥലത്തെല്ലാം പവിത്രനോടൊപ്പം ഈ പാട്ടുപെട്ടിയുമുണ്ടാകും. കരിവെള്ളൂർ തോട്ടിച്ചാലിലെ പവിത്രന് സിനിമാ പാട്ടുകളോട് അത്രമേൽ പ്രിയമാണ്. അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. 4 പതിറ്റാണ്ടിലേറെ കാലമായി പവിത്രൻ ജോലിക്ക് പോകുന്നിടത്തെല്ലാം പാട്ടുപെട്ടിയും കൂടെ ഉണ്ടാകും. ആശാരിപ്പണിയാണ് പവിത്രന്റെ ജോലി. ജോലി ചെയ്യുന്ന വീട്ടിലെത്തി പാട്ടുവെച്ചിട്ടേ പവിത്രൻ പണി തുടങ്ങുകയുള്ളൂ. പാട്ടുകൾ കേട്ട് ജോലി ചെയ്താൽ ജോലി ആയാസരഹിതമാക്കാമെന്നാണ് പവിത്രന്റെ പക്ഷം. പഴയ പാട്ടാണ് എൻ്റെ ഇഷ്ടപ്പെട്ടത്. പാട്ട് പണി കഴിഞ്ഞപ്പോൾ തന്നെ പഴയ പാട്ട് വെക്കാറുണ്ട്. പണ്ടൊക്കെ റേഡിയോമാണ് ഉപയോഗിച്ചത്, ഇപ്പം ചിപ്പിട്ടിട്ട് പാട്ട് പാടുന്നത്. നസീറും ജയനും അഭിനയിച്ച സിനിമാ പാട്ടുകൾ മാത്രമേ പവിത്രൻ വെക്കൂ. അങ്ങനെയൊരു നിർബന്ധം കൂടി പവിത്രനുണ്ട്. ആദ്യകാലങ്ങളിൽ റേഡിയോ ആയിരുന്നു പവിത്രന് കൂട്ട്. പിന്നീടത് FM-ലേക്ക് മാറി. ഇപ്പോൾ പാട്ടുകൾ തിരഞ്ഞെടുത്ത് പുതിയ സംവിധാനമായ ബ്ലൂടൂത്ത് സ്പീക്കർ വഴിയാണ് പവിത്രൻ പാട്ട് കേൾക്കുന്നത്. ജോലി എത്ര ദൂരത്തായാലും ഈ സ്പീക്കറും കൂടെ ഉണ്ടാകും. പാട്ടുകളില്ലാതെ ജോലിയെടുക്കുന്നതിനെക്കുറിച്ച് പവിത്രന് ചിന്തിക്കുക തന്നെ അസാധ്യം. പാട്ട് കേൾക്കുന്നതിന് തടസ്സമായതിനാൽ പവിത്രൻ കട്ടറുകൾ തന്നെ ഉപേക്ഷിച്ചു. ഇപ്പോൾ മരം മുറിക്കാൻ കൈവാളാണ് ഉപയോഗിക്കുന്നത്. ഭാര്യ ഉഷ, മക്കൾ വിപിൻ, ഷബിൻ. പവിത്രന്റെ ഈ പാട്ട് കമ്പം കണ്ട് നാട്ടുകാർ പറയുന്നത് പവിത്രൻ ജോലിയെടുക്കുമ്പോൾ സ്പീക്കറിന് പാടാതിരിക്കാനാവില്ല എന്നാണ്. കഴിഞ്ഞ 40 വർഷമായി ഈ രംഗത്ത് പ്രവർത്തിച്ചു വരുന്നു. ഈ പ്രദേശത്തുള്ള മുഴുവൻ വീടുകളിലും പവിത്രനില്ലാതെ മരപ്പണി എടുപ്പിക്കാറില്ല എന്ന് തന്നെ പറയാം. പവിത്രൻ എവിടെയുണ്ട് അവിടെ എല്ലാം പാട്ടുണ്ട്. പാട്ടുണ്ടെങ്കിലേ പവിത്രന് പണിയെടുക്കാൻ പറ്റുള്ളൂ. അതാണ് പവിത്രനെ സംബന്ധിച്ചോളം വലിയൊരു ഇത്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ.
103 രക്തദാതാക്കളെ തയ്യാറാക്കി രക്തദാനത്തിന്റെ പ്രാധാന്യം ജനങ്ങളിലേക്ക് എത്തിച്ച് തായ്നേരി. മാതൃകയായി SABTM ഹയർ സെക്കൻഡറി സ്കൂൾ NSS യൂണിറ്റ്. NSSന്റെ ജീവദ്യുതി പോൾ ബ്ലഡ് പദ്ധതിയുടെ ഭാഗമായാണ് സ്കൂളിൽ സന്നദ്ധ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചത്. കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയുമായി സഹകരിച്ച് സംഘടിപ്പിച്ച ക്യാമ്പിൽ NSS വളണ്ടിയർമാർ, വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ, സന്നദ്ധ സംഘം പ്രവർത്തകർ, നാട്ടുകാർ തുടങ്ങിയവരിൽ നിന്നും 103 സന്നദ്ധ ദാതാക്കളാണ് ക്യാമ്പിൽ പങ്കെടുത്തത്. കഴിഞ്ഞ വർഷം നിരവധി രക്തദാതാക്കളെ സംഘടിപ്പിച്ച് ക്യാമ്പ് നടത്തി സംസ്ഥാന പുരസ്കാരം കരസ്ഥമാക്കിയ യൂണിറ്റാണ് തായ്നേരി SABTM ഹയർ സെക്കൻഡറി സ്കൂൾ NSS യൂണിറ്റ്. രക്തദാന ക്യാമ്പ് പയ്യന്നൂർ താലൂക്ക് ആശുപത്രി പബ്ലിക് റിലേഷൻ ഓഫീസർ ജാക്സൺ ഏഴിമല ഉദ്ഘാടനം ചെയ്തു. പകൽ വീട്ടിലേക്ക് വരികയും ഒരു ബന്ധം സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട്. നമുക്ക് മനസ്സിലൊന്നാവട്ടെ എന്ന് നമ്മൾ പാടി തുടങ്ങുമ്പോൾ എല്ലാ മനുഷ്യരെയും സ്നേഹത്തോടെ നമ്മുടെ ജീവിതത്തിന്റെ, മനസ്സിന്റെ, ജാതി, മത, ഭാഷയുടെ അത്തരത്തിലുള്ള ഒരു വേർതിരിവുകളും ഇല്ലാതെ മനുഷ്യരെ നമ്മൾ നമ്മുടെ ഹൃദയത്തോട്, മനസ്സോട്, ജീവിതത്തോട് ചേർത്ത് വെക്കുന്നു എന്നാണ് നമ്മൾ എല്ലാ ദിവസവും പാടുന്നത്. സ്കൂൾ PTA പ്രസിഡന്റ് മുഹമ്മദ് ജലാൽ കാങ്കോൽ അധ്യക്ഷത വഹിച്ചു. മാനേജ്മെന്റ് പ്രസിഡന്റ് ഇസ്മയിൽ MK, പോലീസ് സബ് ഇൻസ്പെക്ടർ മുഹമ്മദ് സലീം എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു. NSS പ്രോഗ്രാം ഓഫീസർ KV സമീർ, റമീസ് T, ഡോക്ടർ അരുൺ, ഡോക്ടർ നബീൽ, അബ്ദുസമദ്, അരുണ K, സായിലാൽ കണ്ടോത്ത്, മഹബൂബ് റഹ്മാൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കുട്ടികളിലും പൊതുസമൂഹത്തിലും വായനാശീലം വളർത്തുന്നതിനായി ചെറുപുഴ ഗ്രാമീണ വായനശാലയും ചെറുപുഴ JMUP സ്കൂൾ കലാസാഹിത്യവേദിയും ചേർന്ന് വായനാ വസന്തം പരിപാടി നടത്തുന്നു. പരിപാടിയുടെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കുട്ടികളിലും പൊതുസമൂഹത്തിലും വായനാശീലം വളർത്തുന്നതിനായി ചെറുപുഴ ഗ്രാമീണ വായനശാലയും ചെറുപുഴ JMUP സ്കൂൾ കലാസാഹിത്യവേദിയും സംഘടിപ്പിക്കുന്ന വായനാ വസന്ത പരിപാടി ജനുവരി 10 ആരംഭിച്ച് 31 സമാപിക്കും. പരിപാടിയുടെ ഉദ്ഘാടനം MLA TI മധുസൂദനൻ നിർവഹിക്കും. ചെറുപുഴ പഞ്ചായത്ത് പ്രസിഡന്റ് KF അലക്സാണ്ടർ അധ്യക്ഷത വഹിക്കും. പയ്യന്നൂർ AEO TV ജ്യോതിബസു ആസ്വാദനക്കുറിപ്പ് വിജയികൾക്ക് സമ്മാനദാനം നിർവഹിക്കും. ഗ്രന്ഥശാല കൌൺസിൽ ജില്ലാ സെക്രട്ടറി PK വിജയൻ വായനാ വസന്തം വിശദീകരണം നടത്തും. ചെറുപുഴ ഗ്രാമീണ വായനശാല പ്രസിഡന്റ് V കൃഷ്ണൻ മാസ്റ്റർ മികച്ച വനിതാ വായനക്കാർക്കുള്ള സമ്മാനങ്ങൾ വിതരണം ചെയ്യും. പരിപാടിയുടെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. K ദാമോദരൻ മാസ്റ്റർ, അജയൻ മാസ്റ്റർ, M ബാലകൃഷ്ണൻ, സജി KA, ബിജു KV, KK മുരളി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ മാടായി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടന ബോധവൽക്കരണ ക്ലാസും പുതുവത്സരാഘോഷവും സംഘടിപ്പിച്ചു. AKPA കണ്ണൂർ ജില്ലാ സെക്രട്ടറി സുനിൽ വടക്കുംപാട് ഉദ്ഘാടനം നിർവഹിച്ചു. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ മാടായി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടനാ ബോധവൽക്കരണ ക്ലാസും പുതുവത്സരാഘോഷവും നടന്നു. ചെറുതാഴം പഞ്ചായത്ത് മിനി ഹാളിൽ നടന്ന പരിപാടി AKPA കണ്ണൂർ ജില്ലാ സെക്രട്ടറി സുനിൽ വടക്കുംപാട് ഉദ്ഘാടനം ചെയ്തു. ഒറ്റതിരിഞ്ഞ് അതിനെ നേരിടാൻ പറ്റില്ല എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ തീർച്ചയായും മനസ്സിലാക്കണം. അതായത് ഒത്തൊരുമിച്ചാൽ മലയും പോരും, ഒത്തില്ലെങ്കിൽ മലർന്നു വീഴും എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ഒത്തൊരുമിച്ചാൽ നമുക്ക് ഒരു കമ്പവലി ടീമിൽ ഒത്തൊരുമിച്ച് ഒരു ഭാഗത്തേക്ക് വലിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും നമുക്ക് വിജയം നേടാൻ കഴിയും എന്നുള്ളതുപോലെ നമ്മൾ ഒത്തൊരുമിക്കാൻ വേണ്ടിയിട്ടാണ് സംഘടന ഉണ്ടാക്കിയിട്ടുള്ളത്. 1980കളിൽ വലിയ പ്രതിസന്ധി ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി മേഖലകളിൽ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. അത് മറ്റൊന്നുമല്ല, ഫോട്ടോഗ്രാഫി ഉൽപ്പന്നങ്ങൾ, അതായത് ഫിലിമായി കഴിഞ്ഞാലും അതുപോലെ തന്നെ പേപ്പറായി കഴിഞ്ഞാലും അനുബന്ധ സാധനങ്ങളും കൃത്രിമ ക്ഷാമം ഉണ്ടാക്കിക്കൊണ്ട് ഹിന്ദുസ്ഥാൻ പേപ്പർ കമ്പനി ഇവിടെ ഒരു കൃത്രിമ ക്ഷാമം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. മേഖലാ പ്രസിഡന്റ് രഞ്ജിത്ത് കുമാർ അധ്യക്ഷത വഹിച്ചു. വിദിലേഷ് അനുരാഗ്, മനോജ് കാർത്തിക, വിനോദ് C, അനീഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കാലാവസ്ഥാ വ്യതിയാനം മൂലം മിക്ക സ്ഥലങ്ങളിലും മാവും പ്ലാവും പൂത്തില്ല. ഇനി വരാൻ പോകുന്നത് ചക്കയും മാങ്ങയും ഇല്ലാത്ത കാലമായിരിക്കുമോ എന്ന ആശങ്കയിലാണ് പലരും പങ്കുവയ്ക്കുന്നത്. ധനുമാസവും കടന്നുപോകുന്നു. മാവും പ്ലാവും പൂത്ത് കായകൾ പിടിക്കേണ്ട സമയമാണിത്. മിക്കയിടത്തും ഇനിയും ഇവ പൂവിട്ടിട്ടില്ല. കശുമാവുകൾ പോലും പൂത്തത് കുറവാണ്. ചക്കയും മാങ്ങയും ഇല്ലാത്ത ഒരു സീസണാകുമോ കടന്നുപോകുക എന്നാണ് പലരും ആശങ്കപ്പെടുന്നത്. ഈ വർഷം
പ്രകൃതിയിൽ കാണുന്ന ഒരു പ്രത്യേക പ്രതിഭാസം എന്നുള്ള രീതിയിൽ നമ്മുടെ മാവോ പ്ലാവോ ഒന്നും തന്നെ പൂക്കുകയോ കായ്ക്കുകയോ ചെയ്യുന്നില്ല. അത് വലിയൊരു നഷ്ടമായി തോന്നുകയാണ്. എൻ്റെ ഈ തൊടിയിൽ തന്നെ 100 കണക്കിന് മാങ്ങ പിടിക്കുന്ന മാവിൽ ഒറ്റ മാവ് പോലും ഇത്തവണ പൂത്തിട്ടില്ല. അത് പ്രകൃതിയുടെ ഒരു പ്രതിഭാസം മാത്രമല്ല, കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്നതാണ്. അത് ഒരു ഖേദകരമായ കാര്യമാണ്. നീണ്ടുപോയ മഴക്കാലമാണ് കാര്യങ്ങൾ വഷളാക്കിയത്. കാലാവസ്ഥാ വ്യതിയാനം എല്ലാ വിളകളെയും ബാധിച്ചിരിക്കുന്നു. ഇനി വൈകിപ്പൂത്ത് കായകൾ പിടിച്ചാലും വിളയുന്നത് മഴക്കാലത്തായിരിക്കും. അതുകൊണ്ട് ഒരു പ്രയോജനവും ലഭിക്കില്ലതാനും. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. എരമം കുറ്റൂർ ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ നേതൃത്വത്തിൽ ഔഷധഗ്രാമം പദ്ധതി പ്രകാരം ഒരുക്കിയ കുറുന്തോട്ടി കൃഷി വിളവെടുത്തു. പഞ്ചായത്ത് പ്രസിഡന്റ് TR രാമചന്ദ്രൻ വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. എരമംകുറ്റൂർ ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ നേതൃത്വത്തിൽ ഔഷധഗ്രാമം പദ്ധതി പ്രകാരം ഒരുക്കിയ കുറുന്തോട്ടി കൃഷി വിളവെടുത്തു. കാർഷിക കർമ്മസേന, മഹാത്മാഗാന്ധി ഗ്രാമീണ ദേശീയ തൊഴിലുറപ്പ് പദ്ധതി എന്നിവരുടെ സഹകരണത്തോടെ പഞ്ചായത്തിലെ 4 ഹെക്ടർ തരിശു പ്രദേശത്താണ് കുറുന്തോട്ടി കൃഷി ചെയ്തത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TR രാമചന്ദ്രൻ വിളവെടുപ്പ് ഉദ്ഘാടനം നിർവഹിച്ചു. ഇത് ഒരു നല്ല തൊഴിൽ സംരംഭമായും അതുപോലെ തന്നെ വലിയൊരു വരുമാനം ഇതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും. ഔഷധി ഇതിൻ്റെ എല്ലാവിധ സാധനങ്ങളും എടുക്കാം എന്ന് ഏറ്റിട്ടുണ്ട്. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TK രാജൻ അധ്യക്ഷത വഹിച്ചു. കൃഷി ഓഫീസർ കൃഷ്ണപ്രസാദ്, വാർഡ് മെമ്പർ PP വിജയൻ, അസിസ്റ്റന്റ് കൃഷി ഓഫീസർ T തമ്പാൻ, കൃഷി അസിസ്റ്റന്റ് ജ്യോതി O എന്നിവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. കേരള സ്റ്റേറ്റ് പെൻഷനേഴ്സ് സംഘ് 27ാം ജില്ലാ സമ്മേളനം ഏഴിലോട് യോഗക്ഷേമ സഭ ജില്ലാ മന്ദിരത്തിൽ നടന്നു. സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് P ജയഭാനു ഉദ്ഘാടനം ചെയ്തു. കേരള സ്റ്റേറ്റ് പെൻഷനേഴ്സ് സംഘ് കണ്ണൂർ ജില്ലാ സമ്മേളനം ഏഴിലോട് യോഗക്ഷേമ സഭ ജില്ലാ മന്ദിരത്തിൽ തയ്യാറാക്കിയ P ബാലൻ നഗറിൽ നടന്നു. സമ്മേളനം സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് P ജയഭാനു ഉദ്ഘാടനം ചെയ്തു. ദേശീയതയെ പറ്റിയിട്ടും നമ്മുടെ സംസ്കാരത്തെ പറ്റിയിട്ടും സംസാരിക്കാൻ സാധിക്കാത്ത ഒരന്തരീക്ഷം വളരെ വ്യക്തമായും കഴിഞ്ഞ നിരവധി വർഷങ്ങളായിട്ട് കേരളത്തിൽ സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം. ആ കാരണത്താൽ നമ്മുടെ പ്രസ്ഥാനങ്ങൾ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാനും പ്രസ്ഥാനങ്ങളിലേക്ക് ആളുകൾ കടന്നു വരാനും മടിക്കുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം. ഏറ്റവും ഉത്കൃഷ്ടമായിട്ട് നമ്മൾ കാണേണ്ട ദേശീയത തീർത്തും വികലമായി വക്രീകരിച്ചുകൊണ്ടാണ് ഭാരതത്തിൽ അവലംബിച്ചുകൊണ്ടിരിക്കുന്നത്. അതുതന്നെയാണ് നമ്മുടെ പ്രസ്ഥാനത്തിന് വേര് പിടിക്കാനും മുന്നോട്ട് പോകാനും പ്രയാസമുണ്ടായത് എന്ന് നാം മറക്കരുത്. 1976 കാലഘട്ടത്തിലാണ് കേരള NGO സംഘത്തിന്റെ മുൻ രൂപമായ NGO സെന്റർ രൂപീകരണം. ജില്ലാ പ്രസിഡന്റ് T ശിവദാസൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ PP കരുണാകരൻ മാസ്റ്ററെ ആദരിച്ചു. KP നാരായണൻ, പ്രശാന്ത് ബാബു കൈതപ്പുറം, KV ജഗദീശൻ, AV ഗംഗാധരൻ, VP മുരളീധരൻ, AK നാരായണൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് 300ഓളം പ്രതിനിധികളാണ് സമ്മേളനത്തിൽ പങ്കെടുത്തത്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഉദ്ഘാടനം കഴിഞ്ഞ് വർഷങ്ങൾ കടന്നുപോയി. ഒരു ബോട്ട് പോലും അടുക്കാതെ ചരിത്രം സൃഷ്ടിച്ച് പഴയങ്ങാടി ബോട്ട് ടെർമിനൽ. പഴയങ്ങാടി പുഴയോരത്ത് ഇപ്പോൾ ഒരു നോക്കുകുത്തിയായി നിലകൊള്ളുകയാണ് കോടികൾ ചെലവഴിച്ച് നിർമ്മിച്ച ബോട്ട് ടെർമിനൽ. വന്യമൃഗശല്യം മൂലം മലയോരം തരിശുഭൂമിയാകുന്നു. കാട്ടുപന്നിയും കുരങ്ങും ഇടവിള കൃഷികളെല്ലാം നശിപ്പിച്ചു കഴിഞ്ഞു. കൃഷി നശിപ്പിക്കപ്പെടുന്നതിന് നഷ്ടപരിഹാരം ലഭിക്കാതായതോടെ കൃഷി ഉപേക്ഷിക്കാനൊരുങ്ങി മലയോര ജനത. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് 2025 ജനുവരി 22 സംസ്ഥാന വ്യാപകമായി സെറ്റോ സംഘടനകൾ പ്രഖ്യാപിച്ച പണിമുടക്കിന്റെ പ്രചരണാർത്ഥം പയ്യന്നൂരിൽ പ്രകടനവും താലൂക്ക് തല സമരപ്രഖ്യാപന കൺവെൻഷനും സംഘടിപ്പിച്ചു. കണ്ണൂർ DCC സെക്രട്ടറി അഡ്വക്കേറ്റ് റഷീദ് കൗവായി ഉദ്ഘാടനം ചെയ്തു.
മേളപ്പെരുക്കം തീർത്ത് പയ്യന്നൂർ തായിനേരി MRCD സ്കൂൾ വിദ്യാർത്ഥികളുടെ പഞ്ചാരിമേളം അരങ്ങേറ്റം. ശാരീരിക പരിമിതികളെ മറികടന്ന് പഞ്ചാരിമേളത്തിൽ കുട്ടികൾ കൊട്ടിക്കയറിയപ്പോൾ അതു കണ്ടു നിൽക്കുന്നവരുടെ മനസ്സ് നിറയ്ക്കുന്നതായി. കഥകളി ആചാര്യൻ രൗദ്രശ്രീ TT കൃഷ്ണൻ അരങ്ങേറ്റത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.